മനോസുഖമെന്നും മനുഷ്യനിൽ കണ്ടാൽ മനനം ചെയ്യാതിരിക്കുകയില്ല. മനോസുഖമെന്നും മനുഷ്യനിൽ കണ്ടാൽ മനനം ചെയ്യാതിരിക്കുകയില്ല. മനസ്സിന്റെ അതിസുഖം അനുഭവമായാൽ മനസ്സിന്റെ അതിസുഖം അനുഭവമായാൽ ജീവിതം എത്രയോ ധന്യമായി തീരും. ജീവിതം എത്രയോ ധന്യമായി തീരും. അളവും അതിർത്തിയുമില്ലാത്ത സുഖത്തെ അനുഭവമാക്കിയ പരമാത്മാവേ, അളവും അതിർത്തിയുമില്ലാത്ത സുഖത്തെ അനുഭവമാക്കിയ പരമാത്മാവേ, ഗുരുവരനരുളുന്ന തിരുവചനങ്ങൾ അനുഷ്ഠിച്ചാൽ അനുദിനം സുഖം ലഭിച്ചിടും. അനുഷ്ഠിച്ചാൽ അനുദിനം സുഖം ലഭിച്ചിടും. സുഖത്തിൻ്റെ ഇരിപ്പിടം ഗുരുവിലെന്നറിഞ്ഞാൽ ഗുരുപാദം നമിക്കുന്നത് അതിസുഖം തന്നെ. സുഖത്തിൻ്റെ ഇരിപ്പിടം ഗുരുവിലെന്നറിഞ്ഞാൽ ഗുരുപാദം നമിക്കുന്നത് അതിസുഖം തന്നെ. അടിയുറച്ചറിവിൽ തന്നനുസരിക്കുമ്പോൾ അനുഭവം മാറ്റമില്ലാതകതാരിൽ കാണാം. അടിയുറച്ചറിവിൽ തന്നനുസരിക്കുമ്പോൾ അനുഭവം മാറ്റമില്ലാതകതാരിൽ കാണാം. മനോസുഖമെന്നും മനുഷ്യനിൽ കണ്ടാൽ മനനം ചെയ്യാതിരിക്കുകയില്ല. മനസ്സിന്റെ അതിസുഖം അനുഭവമായാൽ ജീവിതം എത്രയോ ധന്യമായി തീരും. ജീവിതം എത്രയോ ധന്യമായി തീരും. ിക്കുവാൻ വേണ്ടി ആത്മനാഥൻ ജ്വലിപ്പിച്ചൊരഗ്നിയാം ജ്ഞാനമാം ആത്മബോധോദയ സംഘം ആത്മാക്കളെല്ലാം സ്വീകരിച്ചിടുക. ആത്മബോധം ഒളിപ്പിക്കുവാൻ വേണ്ടി ആത്മനാഥൻ ജ്വലിപ്പിച്ചൊരഗ്നിയാം ജ്ഞാനമാം ആത്മബോധോദയ സംഘം ആത്മാക്കളെല്ലാം സ്വീകരിച്ചിടുക.
ജ്വലിപ്പിക്കുവാനുള്ള ആത്മജ്ഞാനങ്ങൾ ഊതിത്തരുന്നുണ്ട്. സർവദോഷങ്ങൾ തീർത്തുരത്തിക്കുവാൻ അഗ്നിയായുള്ള ജ്ഞാനമെന്നോർക്കണം. സർവദോഷങ്ങൾ തീർത്തുരത്തിക്കുവാൻ അഗ്നിയായുള്ള ജ്ഞാനമെന്നോർക്കണം. ആത്മബോധം ഉദിപ്പിക്കുവാൻ വേണ്ടി ആത്മനാഥൻ ജ്വലിപ്പിച്ചൊരഗ്നിയാം ജ്ഞാനമാം ആത്മബോധോദയ സംഘം ആത്മാക്കളെല്ലാം സ്വീകരിച്ചിടുക. കെട്ടുപോകാതെ ദീപം കരുതും പോൽ അഗ്നിയായുള്ള ജ്ഞാനം കരുടണോ. കെട്ടുപോകാതെ ദീപം കരുതും പോൽ അഗ്നിയായുള്ള ജ്ഞാനം കരുതണം. എട്ടു ദോഷവും ചെയ്യാതെ ജീവിച്ചാൽ കെട്ടുപോകില്ല ജ്ഞാനമിതോർക്കുക. എട്ടു ദോഷവും ചെയ്യാതെ ജീവിച്ചാൽ കെട്ടുപോകില്ല ജ്ഞാനമിതോർക്കുക. ആത്മബോധം ഉദിപ്പിക്കുവാൻ വേണ്ടി ആത്മനാഥൻ ജ്വലിപ്പിച്ചൊരഗ്നിയാം ജ്ഞാനമാം ആത്മബോധോദയ സംഘം ആത്മാക്കളെല്ലാം സ്വീകരിച്ചിടുക. ജ്ഞാനദീപത്തെ എപ്പോഴും ഉൾക്കാമ്പിൽ സൂക്ഷിച്ചു നിത്യം ജീവിതം ചെയ്യുമ്പോൾ. ജ്ഞാനദീപത്തെ എപ്പോഴും ഉൾക്കാമ്പിൽ സൂക്ഷിച്ചു നിത്യം ജീവിതം ചെയ്യുമ്പോൾ ജ്ഞാനസമ്പൂർണ്ണരൂപനാം സദ്ഗുരു ആത്മബോധമായുള്ളിൽ പ്രകാശിക്കും. ജ്ഞാനസമ്പൂർണ്ണരൂപനാം സദ്ഗുരു ആത്മബോധമായി ഉള്ളിൽ പ്രകാശിക്കും. ആത്മബോധം ഉദിപ്പിക്കുവാൻ വേണ്ടി ആത്മനാഥൻ ജ്വലിപ്പിച്ചൊരഗ്നിയാം ജ്ഞാനമാം ആത്മബോധോദയ സംഘം ആത്മാക്കളെല്ലാം സ്വീകരിച്ചിടുക. ആത്മാക്കളെല്ലാം സ്വീകരിച്ചിടുക. ഓ
വരദായകനെ കരുണാനിധിയെ ശരണാഗതനിൽ കനിയണമേ. ഹരിനാരായണ ഗുരുനാരായണ പരമാനന്ദ ശുഭാനന്ദ. വരദായകനെ കരുണാനിധിയെ ശരണാഗതനിൽ കനിയണമേ. ദ്വാരകയാകും ഹൃദയം തന്നിൽ നിന്നടനങ്ങൾ കാണാനായി. ദ്വാരകയാകും ഹൃദയം തന്നിൽ നിന്നടനങ്ങൾ കാണാനായി. മായകൾ നീക്കി കളങ്കം നീക്കി തന്നിടണേ എൻ ഗുരുനാഥ. മായകൾ നീക്കി കളങ്കം നീക്കി തന്നിടണേ എൻ ഗുരുനാഥ. ഹരിനാരായണ ഗുരുനാരായണ പരമാനന്ദ ശുഭാനന്ദ. വരദായകനെ കരുണാനിധിയെ ശരണാഗതനിൽ കനിയണമേ. പരലോകത്തിൽ വാഴുന്നവനെ പരമാത്മാവേ ഗുരുവരനെ. പരലോകത്തിൽ വാഴുന്നവനെ പരമാത്മാവേ ഗുരുവരനെ. കലിയുഗ വരദ കലിസംഹാര ഖഡ്ഗിയായി അവതരിച്ചൊരു ദേവ. കലിയുഗ വരദ കലിസംഹാര ഖഡ്ഗിയായി അവതരിച്ചൊരു ദേവ. ഹരിനാരായണ ഗുരുനാരായണ പരമാനന്ദ ശുഭാനന്ദ. വരദായകനെ കരുണാനിധിയെ ശരണാഗതനിൽ കനിയണമേ. ഹരിനാരായണ ഗുരുനാരായണ പരമാനന്ദ ശുഭാനന്ദ. വരദായകനെ കരുണാനിധിയെ ശരണാഗതനിൽ കനിയണമേ. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു.
യുഗങ്ങളിൽ താൻ അവതരിച്ചറിവുകൾ ഉപദേശിച്ചു. ഓരോ യുഗങ്ങളിൽ താൻ അവതരിച്ചറിവുകൾ ഉപദേശിച്ചു. അറിവിന്റെ പൂർണ്ണരൂപം അവതാരരൂപമായി വാഴുന്നുണ്ട്. അവതാരരൂപമായി വാഴുന്നുണ്ട്. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. ആശയറ്റോരാത്മാക്കളിൽ ആശ്വാസം അനുഭവമാക്കിയിടുന്നു. ആശയറ്റോരാത്മാക്കളിൽ ആശ്വാസം അനുഭവമാക്കിയിടുന്നു. ഗാത്രമാം ക്ഷേത്രമതിൽ ആരാധ്യ ബിംബമായി സ്ഥിതി ചെയ്യുന്നു. ആരാധ്യ ബിംബമായി സ്ഥിതി ചെയ്യുന്നു. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. ആത്മാക്കളെ നിങ്ങൾ കാണുക ദൈവത്തെ, ആത്മാവിൻ രൂപമായി കണ്ടറിഞ്ഞിടുക. കളങ്കമറ്റാത്മാവിൽ കാണാം ഗുരുരൂപം. നിഷ്കളങ്കാത്മ സ്വരൂപനാകും ഗുരു. നിഷ്കളങ്കാത്മ സ്വരൂപനാകും ഗുരു. നിഷ്കളങ്കരാക്കി തീർത്തു രക്ഷിക്കുന്നു. നിഷ്കാമകർമ്മങ്ങൾ ചെയ്യുന്നതിനായി ഉത്തമ ഭക്തരിൽ നിത്യം വസിക്കുന്നു. ഭക്തരിൽ നിത്യവും കരുണ ചൊരിയുന്നു. ആത്മാക്കളെ നിങ്ങൾ കാണുക ദൈവത്തെ, ആത്മാവിൻ രൂപമായി കണ്ടറിഞ്ഞിടുക. കളങ്കമറ്റാത്മാവിൽ കാണാം ഗുരുരൂപം. നിഷ്കളങ്കാത്മ സ്വരൂപനാകും ഗുരു. നിഷ്കളങ്കാത്മ സ്വരൂപനാകും ഗുരു. പാപപാശത്തെ
ആത്മാക്കളെ നിങ്ങൾ കാണുക ദൈവത്തെ ആത്മാവിൻ രൂപമായി കണ്ടറിഞ്ഞിടുക. കളങ്കമറ്റാത്മാവിൽ കാണാം ഗുരുരൂപം. നിഷ്കളങ്കാത്മ സ്വരൂപനാകും ഗുരു. നിഷ്കളങ്കാത്മ സ്വരൂപനാകും ഗുരു. ഉല്ലാസമാടുമ്പോൾ അല്ലലൊഴിയുന്നു വല്ലഭങ്ങേ ഞാൻ വിട്ടുപിരിയുമോ. മായാബന്ധം കൊണ്ട് അന്യമായി തോന്നിപ്പോ മായാസംഹാരത്താൽ ഒന്നായി കാണുന്നു. കായഭൂമേനിയെ കാമുകിൽ വർണ്ണനെ കായത്തിനുള്ളിൽ കളിയാടും ഖഡ്ഗിയെ ഭക്തിയോടങ്ങേ തുതിക്കും നിദാനത കൽവരം നൽകി അനുഗ്രഹിച്ചിടണേ. ആത്മാക്കളെ നിങ്ങൾ കാണുക ദൈവത്തെ ആത്മാവിൻ രൂപമായി കണ്ടറിഞ്ഞിടുക. കളങ്കമറ്റാത്മാവിൽ കാണാം ഗുരുരൂപം. നിഷ്കളങ്കാത്മ സ്വരൂപനാകും ഗുരു. നിഷ്കളങ്കാത്മ സ്വരൂപനാകും ഗുരു. ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ എൻ്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ എന്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. മാലിന്യമാകയും മാറ്റുവതിനുള്ള ജ്ഞാനമെൻ്റെ ആത്മാവിൽ നൽകണമേ. മാലിന്യമാകയും മാറ്റുവതിനുള്ള ജ്ഞാനമെൻ്റെ ആത്മാവിൽ നൽകണമേ. ഭക്തരായുള്ളവർക്കു മുക്തി കൊടുപ്പവനേ. ഭക്തരായുള്ളവർക്കു മുക്തി കൊടുപ്പവനേ. ഭക്തപ്രിയ ഞാനങ്ങേ നിത്യം തുതിച്ചിടുന്നേ. ഭക്തപ്രിയ ഞാനങ്ങേ
നിത്യം തുതിച്ചിടുന്നേ ജ്ഞാനപ്രകാശരൂപ ദിവ്യരജസിൻ കാന്ത ജ്ഞാനപ്രകാശരൂപ ദിവ്യരജസിൻ കാന്ത ആത്മാവിൻ രൂപമായി നിത്യം വിളങ്ങിടം നീ ആത്മാവിൻ രൂപമായി നിത്യം വിളങ്ങിടം ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ എന്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. മിന്നിത്തിളങ്ങിടുന്ന മങ്ങാത്ത ദീപമായി മിന്നിത്തിളങ്ങിടുന്ന മങ്ങാത്ത ദീപമായി മൺശരീരത്തിനുള്ളിൽ നിത്യം പ്രകാശിക്കണി മൺശരീരത്തിനുള്ളിൽ നിത്യം പ്രകാശിക്കണി വേദത്തിൻ കാതലായി ആത്മാവിൻ കാന്തനായി വേദത്തിൻ കാതലായി ആത്മാവിൻ കാന്തനായി കാരുണ്യക്കാതരായി വാഴും പരമാത്മാവേ കാരുണ്യക്കാതലായി വാഴും പരമാത്മാവേ. ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ എന്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. ആരിലും വാഴുന്നു നീ ആരും ആരാധിപ്പോനെ ആരിലും വാഴുന്നു നീ ആരും ആരാധിപ്പോനെ ആനന്ദ സമ്പൂർണനായി ആത്മാവിൽ വാഴുന്നു നീ ആനന്ദ സമ്പൂർണനായി ആത്മാവിൽ വാഴുന്നു നീ കണ്ട സൃഷ്ടിക്കെല്ലാം ഈശ്വരനെ കണ്ടേ കണ്ട സൃഷ്ടിക്കെല്ലാം ഈശ്വരനെ കണ്ടേ ഈരഴു ലോകത്തിനും നാഥനായി വാഴുന്നു നീ ഈരഴു ലോകത്തിനും നാഥനായി വാഴുന്നു നീ ഉള്ളതായുള്ളവനെ ഉള്ളിൽ വസിപ്പവനെ ഉള്ളതായുള്ളവനെ ഉള്ളിൽ വസിപ്പവനെ ഉള്ള പോലുള്ളകത്തിൽ ഉൾപ്രകാശമായവനെ ഉള്ള പോലുള്ളകത്തിൽ ഉൾപ്രകാശമായവനെ. ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ എന്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. എൻ്റെ അകതാരിൽ എഴുന്നള്ളി വാഴണമേ.
ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ. ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ. തിരുവടിപാദമടിയനു ശരണം 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 ഭഗവാനേ. തിരുവടിപാദമടിയനു ശരണം 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 ഭഗവാനേ. തിരുമുഖമൊന്നു ദർശിക്കാൻ ആ തിരുവഴിയൊന്നു കേട്ടിടാൻ. തിരുമുഖമൊന്നു ദർശിക്കാൻ ആ തിരുവഴിയൊന്നു കേട്ടിടാൻ. ആർത്തിയോടെ അടിയങ്ങൾ വന്നിടുന്നു ഭഗവാനേ. ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ. തിരുവടിപാദമടിയനു ശരണം 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 ഭഗവാനേ. ജഗന്നാകുന്ന ദൈവം അറിയിച്ച വൻപിച്ച ആ അറിവിനെ സ്വീകരിച്ച് നിയമം പാലിച്ച് വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുകളുമായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ഞാനിതാ ദർശിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളിലും ആനന്ദം ഈശ്വരൻ ദാനം ചെയ്യുവാൻ, ആനന്ദത്തിലേക്ക് ആത്മലോകത്തെ എത്തിക്കുവാൻ ആനന്ദസ്വരൂപനാകുന്ന ജഗദീശ്വരനാണ് ഇപ്രകാരം ഒരു നിയമത്തെ ലോകത്തിൽ സ്ഥാപിച്ചത്. 3 യുഗങ്ങളിലും യുഗവ്യവസ്ഥ അനുസരിച്ച് കർമ്മങ്ങൾ ഒടുക്കുവാൻ താൻ തന്നെ അവതാരമായി വന്നിട്ടുണ്ട്. പല വേഷം കെട്ടിയിട്ടുണ്ട്, പല ഭാഷകൾ സംസാരിച്ചിട്ടുണ്ട്, പല കർമ്മങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല കലിയുഗത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് സമ്പൂർണ്ണ അവതാരമാണ്. സമ്പൂർണ്ണ ജ്ഞാനത്തെ സർവർക്കും ദാനം ചെയ്യുന്ന ഉന്നതമായ അവസരമാണ് കലിയുഗ അവതാരത്തിൽ കൂടി ആത്മാക്കൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭാഗ്യകാലമാണ്. 3 യുഗത്തിലും ഇല്ലാത്ത വ്യവസ്ഥകളാണ് കലിയുഗത്തിൽ പാസാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണിത്? സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്രകാരമുള്ള ഒരു നിയമമാണ് ഈ 12 വെള്ളിയാഴ്ചയും. അതിനു പകരം ക്രേതയിലെ തപസ്സും ത്രേതയിലെ യാഗവും ദ്വാപരയിലെ പൂജയും ചെയ്തുകൊണ്ടിരുന്നാൽ കലിയുഗത്തിൽ മോക്ഷം ലഭിക്കുകയില്ല. അതെല്ലാം ആ സമയത്ത് അതെല്ലാം നല്ലതായിരുന്നു, അത് വേണ്ടതായിരുന്നു, ആവശ്യമുള്ളതായിരുന്നു. പക്ഷേ ത്രേതയിലെ തപസ്സും ത്രേതയിലെ യാഗവും ദ്വാപരയിലെ പൂജയും ഒന്നിച്ചു ചേർത്ത് കലിയുഗ പുരുഷോത്തമരിത ആചാര കർമ്മങ്ങളെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണിത്? സമ്പൂർണ്ണ മോക്ഷത്തിന് വേണ്ടി മാത്രമാണ്. അത് ആത്മലോകം തിരിച്ചറിയണം. നമുക്ക് സർവദോഷങ്ങളും തീർന്ന് ശാന്തി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വ്രതമെടുക്കുന്നു. എന്തിനാണ് ദോഷം തീരുന്നത്? ആർക്കു വേണ്ടിയാണ് ദോഷം തീർക്കുന്നത്? അത് ചിന്തിക്കുന്നത് വളരെ കുറവാണ്. ദോഷം തീർന്നിട്ട് നമുക്ക് എന്ത് സാധിക്കാനാണ്? ദോഷത്തോടു കൂടിയായാലും ദോഷമില്ലാതായാലും മരണസമയം വരുമ്പോൾ കടന്നുപോയല്ലേ പറ്റൂ. എന്തിനാണ് പിന്നെ ദോഷമില്ലാതെ ജീവിക്കുന്നത്? എന്തിനാണ് സുഖം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ആനന്ദിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഈ ലോകത്തിൽ വെച്ച് സന്തോഷം എന്താണെന്നും സുഖം എന്താണെന്നും ആനന്ദം എന്താണെന്നും തിരിച്ചറിഞ്ഞ്
ചേരുവാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഉന്നതമായി പരമാനന്ദാവസ്ഥ ആത്മലോകത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ വിധ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ദോഷങ്ങൾ മാറാതെ ഗുണത്തെ അറിയുവാൻ കഴിയുകയില്ല. ഗുണമറിയാതെ ഗുരുവിനെ അറിയുവാൻ കഴിയില്ല. ഗുരു അനുവദിക്കാതെ ആനന്ദം ലഭിക്കുകയില്ല. അതാണ് ആത്മബോധോദയ സംഘ നിയമത്തിന്റെ പ്രത്യേകത. ആ നിയമം പാലിക്കുന്നവരെല്ലാം ഗുണരൂപമാകുന്ന ഗുരുരൂപം തെളിഞ്ഞു പ്രകാശിക്കും. അങ്ങനെ തെളിഞ്ഞു പ്രകാശിക്കുമ്പോഴാണ് ഗുരുവിനെ കണ്ട് പരമഗുരുവിനെ കണ്ട് കാണപ്പെടണമെങ്കിൽ ഈ ദോഷമെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ സർവ്വ മാലിന്യങ്ങളും അകത്തുനിന്ന് പോകണം. ഇപ്പോ രോഗം വന്നാലും പറയും എന്തോ ദോഷമാണ്, എന്തെങ്കിലും ദുഃഖം വന്നാലും പറയും ദോഷമാണ്, ആരോ എന്തോ ചെയ്തതാണ്, അയലത്തുകാരൻ പ്രാപിയതാണ്, അവൻ അവിടെ എവിടെയോ കൊണ്ടുപോയി നേർച്ച ചെയ്തതാണ്. ഇല്ല, ഇതൊക്കെ വെറും അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. ഉന്നതനാകുന്ന ഗുരുവിനെ അറിഞ്ഞ് ആരാധിച്ചു നിയമത്തിൽ കൂടി ജീവിക്കുന്ന ഒരു ആത്മാവിനെ ഒരു ദോഷവും യേശുകയില്ല. അതെങ്ങനെ യേശാനാണ്? സൂര്യൻ ഉദിച്ച് പ്രകാശിച്ച് നിൽക്കുമ്പോ ഒരു കൈക്കുമ്പിളിനുള്ളിൽ ഇരുട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ എത്രത്തോളം പ്രഹസനം നടത്താൻ പറ്റും? കൈ രണ്ടും കൂടെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് ദാണ്ട സൂര്യൻ ഇങ്ങനെ നിൽക്കുന്ന എന്റെ കൈക്കുള്ളിൽ ഇരുട്ടാണ് എന്നൊരാൾ അങ്ങനെ പ്രഹസനം ചെയ്താൽ അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? കൈ ഒന്ന് തുറന്നാൽ പിന്നെ പ്രകാശമാണ്. ആ ഇരുട്ട് താൽക്കാലികമായിട്ടുള്ളതാണ്. ഉള്ളതായുള്ളത് ഈ പ്രകാശമാണ്. ആ പ്രകാശത്തിലാണ് ഗുരുഭക്തരാകുന്ന നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളിലേക്കൊരു ദോഷമോ ദുഃഖമോ എടുക്കാൻ യാതൊരു ന്യായവുമില്ല. പക്ഷേ ആ സത്യമാകുന്ന ജീവിതം ചെയ്ത് പരിശുദ്ധമായ ഹൃദയം രൂപാന്തരപ്പെട്ട് പരമപരിശുദ്ധനാകുന്ന ഗുരു ഓരോരുത്തരുടെയും അകതാൽ അങ്ങനെ തിളങ്ങി വിളങ്ങി പ്രശോഭിച്ചു വാഴണം. അതിനുവേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അനുഷ്ഠിച്ചിരിക്കുന്ന ഈ 12 വെള്ളിയാഴ്ച വ്രതം അതിന്റെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി അറിഞ്ഞിട്ടല്ല ആരും ഇത് അനുഷ്ഠിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും അതിന്റെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ പ്രകാരം ആ നിയമം ലോകത്തിലേക്ക് അറിയിച്ചപ്പോൾ തന്ന ആ വ്യവസ്ഥ പ്രകാരം നിങ്ങൾ ഓരോരുത്തരും ദോഷം തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വ്രതമെടുക്കുകയാണ്. ദോഷം തീരാൻ ഉപയോഗപ്രദമാണ് ഈ വ്രതം. പക്ഷേ അത് ആ ദോഷം തീരുന്നതുവരെ അല്ല, ഗുണം സംഭരിച്ച് ഗുരുരൂപം കാണുന്നതുവരെയാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. കാണണം, നീ കാണണം, ഗുരുരൂപത്തെ കാണണം. കാണണം, നീ കാണണം, ഗുരുരൂപത്തെ കാണണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ
ഓ കാണണം, നീ കാണണം, ഗുരുരൂപത്തെ കാണണം. ഓ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഗുരുരൂപത്തെ കാണണം. നല്ല ചിന്ത ചെയ്യണമോ, നല്ല വാക്കു പറയണോ. ഓ നല്ല ചിന്ത ചെയ്യണം, നല്ല വാക്കു പറയണോ. നല്ലവനാം വല്ലഭന്റെ ഇഷ്ടകർമ്മം ചെയ്യണോ. ഓ നല്ല ചിന്ത ചെയ്യണം, നല്ല വാക്കു പറയണോ. നല്ലവനാം വല്ലഭന്റെ ഇഷ്ടകർമ്മം ചെയ്യണോ. ഗുരുവരന്റെ ഇഷ്ടത്തെ സൽക്കർമ്മമെന്നോതുന്നു. ഓ ഗുരുവരന്റെ ഇഷ്ടത്തെ സൽക്കർമ്മമെന്നോതുന്നു. ഓ സൽക്കർമ്മം ചെയ്തിടുമ്പോൾ സൽഗുണം വർദ്ധിക്കുന്നു. ഓ ഗുരുവരന്റെ ഇഷ്ടത്തെ സൽക്കർമ്മമെന്നോതുന്നു. ഓ സൽക്കർമ്മം ചെയ്തിടുമ്പോൾ സദ്ഗുണം വർദ്ധിക്കുന്നു. സദ്ഗുണം വർദ്ധിക്കുമ്പോൾ സദ്ഗുരുവിൻ രൂപത്തെ. സദ്ഗുണം വർദ്ധിക്കുമ്പോൾ സദ്ഗുരുവിൻ രൂപത്തെ. സത്പ്രകാശമായി ആത്മരൂപമായി കണ്ടിടാം. സദ്ഗുണം വർദ്ധിക്കുമ്പോൾ സദ്ഗുരുവിൻ രൂപത്തെ. സത്പ്രകാശമായി സൽപ്രകാശമായി ആത്മരൂപമായി കണ്ടിടാം. സൽഗുണം വർദ്ധിക്കട്ടെ, ആത്മരൂപം കാണട്ടെ. സൽഗുണം വർദ്ധിക്കട്ടെ, ആത്മരൂപം കാണട്ടെ. സൽഗുണ സ്വരൂപനാകും സൽഗുരു വസിക്കട്ടെ. സൽഗുണം വർദ്ധിക്കട്ടെ, ആത്മരൂപം കാണട്ടെ. സൽഗുണ സ്വരൂപനാകും സദ്ഗുരു വസിക്കട്ടെ. സൽഗുണം വർദ്ധിക്കട്ടെ, ആത്മരൂപം കാണട്ടെ. സദ്ഗുണ സ്വരൂപനാകും സദ്ഗുരു വസിക്കട്ടെ. ഈ നിരന്തരമായി ചെയ്യുന്ന ഈ നിയമാനുഷ്ഠാനങ്ങളിൽ കൂടി നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നത് എന്താണ്? സദ്ഗുരുവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ്. ഇത് എന്നെ കാണുവാനും നിയമം പാലിക്കുവാനും സാധിച്ച നിങ്ങളുടെ മഹാഭാഗ്യമാണ്. ഇത് വേണ്ടുവോളം അറിഞ്ഞുകൊണ്ടല്ല ഒരുപക്ഷെ നിങ്ങൾ പൂർണ്ണമായും ചെയ്യുന്നത്. ഇന്ന വിധത്തിൽ വ്രതമനുഷ്ഠിക്കണമെന്ന് അറിയിച്ചു, അത് പ്രകാരം അങ്ങ് അനുഷ്ഠിക്കുന്നു. ഇതിന്റെ ആന്തരികമായ അവസ്ഥകളെ തിരിച്ചറിഞ്ഞവരും വേണ്ട വിധത്തിൽ അറിയാത്തവരും എന്നാൽ ഗുരുവിന്റെ കൽപ്പനയാണെന്നുള്ള ഏകവിശ്വാസത്തിൽ പരിപൂർണമായി നടത്തുന്നവരും
അനുവർത്തിക്കുന്നവരും ഇതെല്ലാവർക്കും അതിന്റെ ഫലം ഈശ്വരൻ അല്പാൽപമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ വ്രതാനുഷ്ഠാനങ്ങൾ ആരാണ് നിയമിച്ചു തന്നത്? വ്രതമെടുക്കുവാനുള്ള വ്യവസ്ഥകളെല്ലാം അരുളി തന്നത് ആരാണ്? വ്രതമെടുക്കുവാനുള്ള വ്യവസ്ഥകളെല്ലാം അരുളി തന്നതോ എന്റെ ഗുരുവരനല്ലോ. വ്രതമെടുക്കുവാൻ അതാണ് ഈ വ്രതത്തിന്റെ പ്രത്യേകത. സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. സർവശക്തി പാസാക്കിയതുകൊണ്ട് ഇതിലും സർവശക്തി ഉണ്ട്. സൂര്യന്റെ പ്രകാശം കാണുമ്പോൾ നമ്മൾ ആരെയാണ് അറിയുന്നത്? ചന്ദ്രനെയാണോ അറിയുന്നത്? അല്ല, ചന്ദ്രനെ കാണുമ്പോഴും നമ്മൾ അറിയുന്നത് സൂര്യനെയാണ്. കാരണം ചന്ദ്രനെ കാണാൻ ഇടയായത് സൂര്യന്റെ പ്രകാശം അതിൽ തട്ടിയത് കൊണ്ടാണ്. ഇതുപോലെ ചന്ദ്രമുഖം പോലെ വിളങ്ങുന്ന നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോ തിരിച്ചറിയാൻ കഴിയും. ആത്മബോധമുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് ഗുരുവിന്റെ ചൈതന്യമാണ് ഈ കാണുന്നത്. ജ്ഞാനപ്രകാശം അതോ ആത്മപ്രകാശമോ, ആത്മാവിന്റെ ദോഷമെല്ലാം മാറ്റും പ്രകാശമോ. ജ്ഞാനസംഹാര ഖഡ്ഗിയായ ഉൾക്കാമ്പിൽ ഉത്കൃഷ്ട ബോധം കൊടുക്കുവാൻ വന്ന പരമാചാര്യനാകുന്ന പരമഗുരുവിന്റെ ദിവ്യപ്രകാശത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ പ്രകാശിക്കുകയാണ്. സൂര്യപ്രകാശത്തിലൂടെ സൂര്യനെ അറിയുന്നത് പോലെ ഈ ജ്ഞാനപ്രകാശത്തിലൂടെയും നിയമാനുഷ്ഠാനങ്ങളിലൂടെയും നിങ്ങൾ എന്നെ മനസ്സിലാക്കുകയും അറിയുകയും ബോധ്യം വരുത്തുകയും ചെയ്യണം. അങ്ങനെ ബോധ്യപ്പെടുമ്പോഴാണ് ഏകത്വമാകുന്ന ബോധത്തിലേക്ക് ഭവിക്കുന്നത്. ഏകത്വമായുള്ള ബോധം ഏവർക്കും ഒരുപോലെ ഏകിടുവാൻ അവതാരമായി വന്ന പരമഗുരുവിനെ ആരാധിച്ച് ആനന്ദിച്ച് എന്നും ആനന്ദമായി ജീവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുവാനാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഈ വ്രതകാലയളവിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ മഹാശക്തി ക്ഷമിക്കണമേ എന്നുറ്റു പ്രാർത്ഥിക്കുക. അടുത്ത വർഷം ഇതിനേക്കാൾ ഉപരിയായും ഇതിനേക്കാൾ പരിശുദ്ധമായും ഈ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തീർത്ഥാടകരായി വന്നു ചേരുവാനും ഉന്നതനാകുന്ന ഗുരുവിന്റെ രൂപത്തെ പൂർണ്ണമായും അകതാരിൽ കണ്ടുകൊണ്ട് ആനന്ദിക്കുവാനടിയന് കഴിവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിതം ചെയ്താൽ ഉള്ളും പുറവുമായി നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ ജഗദീശ്വരൻ ദാനം ചെയ്യും. സത്യം. കാരണം ആത്മാവിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണ് ആത്മനാഥൻ ലോകത്തിൽ വന്നു വാഴുന്നത്. ആ പരിപൂർണതയ്ക്ക് വേണ്ടി ഒരു ആത്മാവ് പരിശ്രമിക്കുമ്പോൾ ആ ആത്മാവ് വസിക്കുന്ന ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിൽ കൂടി കൊടുക്കുവാൻ ഈശ്വരൻ സർവദാ സന്നദ്ധനാണ്. അതിന് പ്രത്യേകിച്ച് ആരുടെയും റെക്കമെൻഡ് അവിടെ ആവശ്യമില്ല. ജഗദീശ്വരൻ സർവദാ സന്നദ്ധനായി നിലകൊള്ളുകയാണ്. അങ്ങനെ സന്നദ്ധനായി നിൽക്കുന്ന ജഗദീശ്വരന്റെ ആ മഹാകാരുണ്യം നുകർന്ന് അനുഭവിക്കുവാൻ പ്രാപ്തരായി തീരേണ്ടത് എന്റെ സന്താനങ്ങളുടെ കടമയാണ്. അങ്ങനെ ഒരുങ്ങിക്കൊള്ളുക. കൃത്യനിഷ്ഠയോടും സത്യസന്ധതയോടും പരസ്പര ബഹുമാനത്തോടും പരസ്പര വിശ്വാസത്തോടും ഐക്യബോധത്തോടും കൂടി ജീവിതം ചെയ്യുവാൻ ഓരോരുത്തരും ഒരുങ്ങിക്കൊള്ളുക. നിങ്ങൾക്ക് വേണ്ടി ഈശ്വരകാരുണ്യത്താൽ അനുവദിച്ചു തന്നിരിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകളും ശാഖാശ്രമങ്ങളും അതിൻ്റെതായ നിലയിൽ നിയമ
പ്രവർത്തിച്ചുകൊള്ളുക. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ശാഖാശ്രമം വിട്ടോ ഒരു പ്രാർത്ഥന കൂട്ടായ്മ വിട്ടോ ആരും മാറിപ്പോകാൻ ഇടയാകരുത്. നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രാർത്ഥന കൂട്ടമോ ഒരു ശാഖാശ്രമം വിട്ടുപോകാൻ ഇടയാകരുത്. ഒരു കാരണവശാലും ഒരാളും വിട്ടുപോകരുത്. കാരണം സഭ തന്റെ മണവാട്ടി സഭയ്ക്കൂതാൻ മണവാളൻ. സഭ തന്റെ മണവാട്ടി സഭയ്ക്കൂതാൻ മണവാളൻ. സഭ തന്റെ മണവാട്ടി സഭയ്ക്കൂതാൻ മണവാളൻ. അനുരാഗരഞ്ജനയിൽ സുഖിച്ചിടുന്നു. അപ്പൊ സഭ ആരുടെ വകയാണെന്നുള്ള ഓർമ്മ വേണം. ആ ഓർമ്മയോടുകൂടി ഓരോരുത്തരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുക. ആ ഒരു മണവാട്ടിക്ക് നമ്മളൊരു സാരി സമ്മാനമായി കൊടുക്കുമ്പോ അതിൽ നിന്നൊരു നൂലം ഇളകിപ്പോയാൽ ആ സാരി ഉപേക്ഷിക്കുകയില്ല. ആ അതങ്ങ് അബദ്ധമായി പുറകോട്ടങ്ങ് വലിഞ്ഞു വന്നു കണ്ടു കഴിഞ്ഞാൽ മാക്സിമം വലിച്ചതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാരി കൊടുത്തോണ്ട് പോകും. അല്ല, സാരി ആരും ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് എന്റെ സഭയെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങൾ ഒത്തുചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന്റെ മഹത്വം വർദ്ധിക്കുന്നത്. നിങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കാൻ തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് കവിയൂരിൽ നിന്നും നമ്മുടെ സന്താനങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ആശ്രമ പുനർനിർമ്മാണ കർമ്മം നടക്കുന്നിടത്തു നിന്നാണ് അവർ വന്നത്. ആ ഒത്തുചേർന്ന് പ്രാർത്ഥനയോടുകൂടി അവർ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. വളരെ കുറച്ച് സാധുക്കൾ മാത്രമുള്ള ഒരു സഭയാണ്. എന്നാൽ ഇന്ന് ആശ്രമം പണിയാൻ തീരുമാനമെടുക്കുകയും അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. തടിപ്പണികളൊക്കെ ആരംഭിച്ചു. ബാലാലയ പ്രതിഷ്ഠ നടത്തി. എല്ലാം ഉന്നതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും മനോഹരമായ നിലയിൽ ഒരു ആശ്രമ മന്ദിരം ഉണ്ടാക്കി. ലോകത്തിൽ ആരും മോഹിക്കുന്ന മനോഹരരൂപമാകുന്ന ശുഭാനന്ദ രൂപത്തെ അവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ആനന്ദിക്കുവാൻ എന്റെ സന്താനങ്ങളെ ഞാനിതാ അനുഗ്രഹിച്ചയക്കുകയാണ്. അനേകങ്ങൾ അവിടേക്ക് വർദ്ധിക്കുമാറാകട്ടെ. ആദ്യ ശരീരവാഴ്ചക്കാലത്ത് ഞാൻ അവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ളതാണ്. രണ്ടാം ശരീരവാഴ്ചക്കാലത്ത് ഞാൻ അവിടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതുപോലെ അനുഗ്രഹീതമായ ഒരു പ്രത്യേക സ്ഥലമാണ് കവിയൂര്. ഉന്നതമായ സ്ഥാപനം ഉണ്ടാകുമാറാകട്ടെ. അതുപോലെ പാമ്പാടിയിലും ഉന്നതമായ നിലയിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ആ അവിടെയും പണികളെല്ലാം ആരംഭിച്ചിരിക്കുന്നു. അവരും ഇന്നത്തെ ഈ തീർത്ഥാടനത്തിൽ എത്തിയിട്ടുണ്ട്. അവരുടെ ആ കഴിവിനപ്പുറമായ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയും അതിസുന്ദരമായ ഒരു സ്ഥാപനമുണ്ടായി. അനുഗ്രഹദായകനും ഐശ്വര്യപ്രദായകനുമാകുന്ന ശുഭാനന്ദ രൂപത്തെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ആനന്ദിക്കുവാൻ തക്കവിധം എല്ലാം അവിടെ ഒരുക്കപ്പെടുമാറാകട്ടെ. ആ അവിടെ എല്ലാം പ്രവർത്തിക്കുന്ന സന്യാസ പരമ്പരകളെയും ഭക്ത പരമ്പരകളെയും ഞാൻ പ്രത്യേകം ഓർത്തുകൊണ്ട് അവർക്കെല്ലാം അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ജനവും ധനവും വർദ്ധിച്ചെല്ലാം ഒരുക്കപ്പെടുമാറാകട്ടെ. ഉന്നതമായ നിലയിലെല്ലാം നടത്തപ്പെടുമാറാകട്ടെ. നടക്കാനിരിക്കുന്ന വാർഷികാഘോഷങ്ങൾ എല്ലാം ഉന്നതമായ നിലയിൽ ഈശ്വരൻ എഴുന്നള്ളി എന്ന് നടത്തുമാറാകട്ടെ. ആ ആശ്രമ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ധനമില്ല, അതിന് മുടക്കാനില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ആരും ഒഴിവൊഴിവ് പറയാൻ പാടില്ല. ആ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. വീട്ടിലൊരു ആപത്ത് സംഭവിച്ചാൽ എത്രയില്ലെങ്കിലും എവിടെ നിന്നെങ്കിലും കടമേടിച്ച് നമ്മൾ അതിനു വേണ്ടി പോകും. അതിന് പരിഹാരം കാണും. ആ അപ്പൊ എവിടെ നിന്നുണ്ടായി ധനം? അപ്പൊ ഞങ്ങൾ കടം മേടിച്ചതൊക്കെ ചെയ്യണമെന്നാണോ ഭഗവാൻ പറയുന്നത്? അങ്ങനെയല്ല. ആ അല്പമാത്രമായ ഒരു പരിശ്രമം ആദ്യം മുതലേ ഉണ്ടെങ്കിൽ വലിയ ഭാരമില്ലാതെ വാർഷിക
ഉത്സവങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ കഴിയും. വലിയ ഭാരമില്ലാതെ ഉത്സവങ്ങളും വാർഷികാഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ അതിനുവേണ്ടി ഒരു കരുതൽ ധനം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മുടെ കരുതൽ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകണം. കിട്ടുന്നതൊന്നും എനിക്ക് മതിയാവുന്നില്ല എന്ന് കരുതി അങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ ഒരിക്കലും ഒന്നും തികയില്ല. അങ്ങനെ അല്ല വേണ്ടത്. അറിവോടുകൂടി വേണം ഓരോരുത്തരും ജീവിതം ചെയ്യുവാൻ. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പരാതി പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെയില്ല, ഇങ്ങനെയില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പല പരാതികൾ പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ ഞാൻ ശരീരപ്രകാരം കുട്ടിക്കാലത്ത് ജീവിച്ച ജീവിതത്തെക്കാൾ എത്ര മനോഹരമായിട്ടാണ് അവർ ജീവിക്കുന്നത് ചിന്തിച്ചു പോയി. കാരണം അതിനേക്കാൾ എത്രയോ ഉപരിയായ ഐശ്വര്യം അവർക്കുണ്ട് എന്ന് ചിന്തിച്ചു പോയി. കാരണം അത്രത്തോളം ദാരിദ്ര്യത്തിലൊന്നും അല്ല അവർ കഴിയുന്നത്. പക്ഷേ എപ്പോഴും ചിന്ത എല്ലാവർക്കും മുകളിലോട്ടാണ്. ഭഗവാൻ കൊടുക്കുന്നതൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്നതിനെയാണ് ചിന്തിക്കുന്നത്. അവരവർക്കുള്ളത് ചിന്തിച്ചും അവരവരുടെ കൊക്കിന് ഒതുങ്ങുന്ന വിധം കൊത്തിയും മുന്നോട്ട് ജീവിതം ചെയ്താൽ അല്ലലില്ലാതെ നമുക്ക് അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റും. ഈ കാര്യങ്ങളിലെല്ലാം ബന്ധിച്ച് ആശ്രയിച്ച് ആരാധിച്ച് ആനന്ദിക്കുവാനും പറ്റും. അടുത്ത വീട്ടിൽ വലിയ കാർ വാങ്ങിച്ചിട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് കൂലിപ്പണിക്കാരനായ ആള് ഉടനെ കാർ മേടിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് വലിയ അബദ്ധമായി പോകും. കുറച്ചു ദിവസം കഴിയുമ്പോ കാറിന്റെ ഇൻഷുറൻസ് കമ്പനിക്കാരൻ ഇവിടെ വന്നിട്ട് എടുത്തോണ്ട് പോകും. പിന്നെ അത് വലിയ ആക്ഷേപമായി മാറും. അതിന് ആവശ്യമില്ല. നമുക്കുള്ളതുപോലെ നമ്മൾ ജീവിക്കുക. നമ്മുടെ സമയം, നമ്മുടെ കാലം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ആരാധന, നമ്മുടെ ദൈവം, നമ്മുടേതെല്ലാം നമ്മുടേതായി കണ്ടുകൊണ്ട് എന്റെ ദൈവം ഇങ്ങനെ ഒരുക്കിയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോരുത്തരും ഉന്നതരായി ജീവിക്കുക. അതാണ് ഏറ്റവും വലിയ ഔന്നത്യം. ദൈവം എനിക്കിതെല്ലാം തന്നല്ലോ എന്ന് ചിന്തിച്ച് അതിൽ ഔന്നത്യപ്പെടുവാൻ കഴിഞ്ഞാൽ, അഹങ്കരിക്കാനല്ല, നന്ദിപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു ഭാഗ്യം വേറെയില്ല. അതിനേക്കാൾ വലിയ ഒരു ഉന്നത സ്ഥാനവുമില്ല. ഉന്നതമായൊരു ലോകമെനിക്കുണ്ട്, പിന്നെ ഞാൻ എന്തിനു ക്ലേശിക്കുന്നു. സത്യവും ധർമ്മവും ഞാൻ പാലിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ആരെ ഭയപ്പെടേണ്ടു. നമുക്ക് സത്യധർമാദികൾ കൂടി ജീവിതം ചെയ്യാൻ കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു ഭാഗ്യമില്ല, അതിനപ്പുറം ഒരു ഉന്നത ലോകമില്ല. അതുകൊണ്ട് അതൊന്നും നഷ്ടപ്പെടുത്താതെ വേണ്ട കാര്യങ്ങളിലൊക്കെ വേണ്ടതുപോലെ ബന്ധപ്പെട്ട് ആശ്രമങ്ങളിലായാലും സഭകളിലായാലും ആവശ്യമില്ലാത്ത പിരിവ് നടത്തണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ആവശ്യമുള്ള കാര്യങ്ങളിൽ അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളോ സന്യാസ പരമ്പരകളോ അത് അറിയിക്കുമ്പോ അതിന്റെ നിലയും വിലയും അറിഞ്ഞ് അവരവരുടെ കഴിവിനനുസരിച്ച് കൊടുത്ത് അതിൽ സഹകരിക്കാൻ ഇടയായാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നിങ്ങൾക്ക് മേൽക്കുമേൽ ഐശ്വര്യം ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടായ അനുഗ്രഹവും ഐശ്വര്യവുമാണ് ഇന്ന് നിങ്ങൾക്ക് കാണുന്നതല്ല. ഇപ്പോ ഈ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു 30 വർഷം മുമ്പത്തെ ജീവിതം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്നു ചേർന്ന സമയത്തെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു, എന്തെല്ലാം ദുഃഖമായിരുന്നു എന്നൊക്കെ സ്വയം ചിന്തിക്കുക. ഇതൊക്കെ എങ്ങനെ മാറി എന്ന് ചിന്തിക്കുക. ഏത് വിധത്തിൽ അന്ന് ജീവിതം ചെയ്തിരുന്നു എന്ന് ചിന്തിക്കുക. ഏത് വിധത്തിൽ തിരുനാമങ്ങൾ സ്തുതിച്ചിരുന്നു എന്ന് ചിന്തിക്കുക. കൃത്യനിഷ്ഠയായി ജീവിച്ച ജീവിത വഴികളെ ചിന്തിക്കുക. ഈശ്വരന്റെ അനുഗ്രഹം ലഭിച്ച സന്ദർഭങ്ങൾ ചിന്തിക്കുക.
അങ്ങനെ ചിന്തിച്ച് ജീവിക്കുമ്പോൾ മറക്കുവാൻ കഴിയാത്ത പരമാനന്ദം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയും. വിട്ടുപിരിയാൻ കഴിയാത്ത സ്നേഹം നമ്മൾ വന്ന് നിറയും. ആ സ്നേഹത്തിൽ, ആ ബന്ധത്തിൽ, ആ പ്രേമത്തിൽ എന്നും ജീവിതം ചെയ്യുവാൻ പരമാനന്ദ രൂപൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ ഇരുമുടികളും സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ ദോഷങ്ങളും തീർത്ത് നിങ്ങളെ ഈശ്വരൻ രക്ഷിക്കട്ടെ. മടക്ക യാത്രയിൽ കൂട്ടായിരിക്കട്ടെ. ഇനിയും വന്ന് കാണും വരെ ആനന്ദം നഷ്ടമാകാതിരിക്കട്ടെ. ഉന്നതമായ എല്ലാ കർമ്മങ്ങളും നടത്തപ്പെടട്ടെ. ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ വളരെയേറെ ദുഃഖമുള്ള ഒരു വാർത്ത ഇന്നലെ ഉണ്ടായിരുന്നു. ആ സഭയിൽ നിന്ന് സന്താനങ്ങൾ വളരെ വിഷമിച്ചാണ് ഈ തീർത്ഥാടനത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. റാന്നി പ്രദേശത്ത് ആദ്യ കാലം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ കുഞ്ഞ് അവിചാരിതമായി കടന്നുപോയി. മാരകമായ ഒരു രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. എങ്കിലും വീണ്ടെടുപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. പക്ഷെ സംഭവിച്ചില്ല. മരണമാണ് സംഭവിച്ചത്. ആ ദുഃഖത്തിലാണ് ആ കുടുംബം. നമുക്ക് ഈ സന്തോഷാവസ്ഥയിൽ ആത്മാവിന്റെ ശാന്തിക്കായിട്ടും ആ കുടുംബത്തിന്റെ ദുഃഖം ഒഴിവാക്കാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ അതിന്റെ അനന്തര കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ ആത്മബോധോദയ സംഘ നിയമപ്രകാരം ആ കർമ്മങ്ങളൊക്കെ നടത്തി ആത്മാവിന്റെ ശാന്തിക്കായി പ്രാർത്ഥിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തെ സത്യധർമാദികളിൽ കൂടി ഈശ്വരൻ നിലനിർത്തട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. മഹാഗോപുരം അതിമനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം അത് കാണാൻ അത്യാർത്തി ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോടൊപ്പം അവിടെ പോയി നിന്നത് ദർശിക്കുവാൻ നമുക്കും ആഗ്രഹമുണ്ട്. ഞാൻ അതിന്റെ ഉള്ളും പുറവും കാണുന്ന ആളാണ്. പക്ഷേ നിങ്ങളോടുകൂടി പോയി നിന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വേറെയാണ്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ധനം മുടക്കുകയും സങ്കല്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങളോടുകൂടി പോയി നിന്ന് കാണുവാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒന്നിച്ചു നിന്ന് ആ ഉദ്ഘാടന കർമ്മം നടത്തുവാൻ മഹാശക്തി അനുവദിക്കുമാറാകട്ടെ. ഉന്നതമായ അതിന്റെ ദിവ്യാനുഗ്രഹങ്ങളെയും അനുഭൂതി വിശേഷങ്ങളെയും അതിന്റെ വർണ്ണമനോഹരമായ കാഴ്ചകളെയും ആവാഹിക്കുവാൻ തക്ക വിധം ഒരു അത്ഭുത ജന്മത്തെ ഈശ്വരൻ നമുക്കായി ഒരുക്കി തന്നു. ആത്മദീപം എന്ന് നാമകരണം ചെയ്ത് ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ആയുരാരോഗ്യത്തോടുകൂടി എന്നാളും കാണുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതമായ തീർത്ഥാടനം അതിന്റെ സമാപനം വരെയും ആനന്ദമായി നടത്തപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തി പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. നിങ്ങളോടൊപ്പം സർവദാ വാഴുമാറാകട്ടെ. ശാന്തിയായി വാഴട്ടെ, ശാന്തിയായി വാഴട്ടെ, ശാന്തിയായി വാഴട്ടെ. ദേവലോക തുല്യമായ ദേവാലയം മഹാദേവൻ
കരുണയും കരുതലുമാകുന്നു. എളിയവരിൽ കൃപ ചൊരിയുന്നു കരുണാവാരിധി അനുദിനവും. ഭക്തവത്സലനും കരുണാനിധിയും അന്നദാന പ്രഭുവുമായ പരമഗുരുവായ പരിശുദ്ധമുള്ളത് അങ്ങയാൽ നിയമിക്കപ്പെട്ട 12 വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് അങ്ങയുടെ പൊന്നോമനകൾ ഇന്നേ ദിവസം തീർത്ഥാടകരായി എത്തിയവർ സമർപ്പിച്ച ഈ ഇരുമുടിക്കെട്ടുകൾ അങ്ങയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ സമയം അഴിച്ച് ഇതിന്റെ വിഭവങ്ങൾ വേർതിരിക്കുന്നു എന്ന് കാണുന്നല്ലോ. അതേ സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ. ഈശ്വരനാത്മാവിൽ നിത്യം വസിക്കട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, ആനന്ദം കാണട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ. ഈശ്വരനാത്മാവിൽ നിത്യം വസിക്കട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, ആനന്ദം കാണട്ടെ. സത്യം ജയിക്കട്ടെ. മാലിന്യ ചിന്തകൾ മനസ്സിൽ നിന്നും പാടെ ഒഴിയട്ടെ. മാലിന്യ ചിന്തകൾ മനസ്സിൽ നിന്നും പാടെ ഒഴിയട്ടെ. അന്ധത മാറ്റി അന്തരംഗത്തിൽ ബന്ധുവായി കൂടെ വസിക്കട്ടെ, ഈശ്വരൻ കൂടെ വസിക്കട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ.